ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, ഇന്ന് ജൂൺ 5, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. സോ ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ശരിയായ ഉത്തരമാണോ തെറ്റായ ഉത്തരമാണോ കമൻറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. സോ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ആണ്, ലോക പരിസ്ഥിതി ദിനം. സോ എല്ലാവർക്കും ആദ്യമേ തന്നെ ലോക പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. സോ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം സ്ലോഗനായിട്ട് നമ്മുടെ ലോകത്ത് തന്നെ കൊണ്ടാടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് നമ്മുടെ ഫ്യൂച്ചർ, അവർ ലാൻഡ് അവർ ഫ്യൂച്ചറാണ്. സോ നമുക്കുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിനും കൂടിയുള്ളതാണ്. സോ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ അതിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. സോ #ജനറേഷൻ റീസ്റ്റോറേഷൻ എന്നുള്ളൊരു ഹാഷ്ടാഗാണ് ഈ ഒരു വർഷം അവർ റിലീസ് ചെയ്തിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും. സോ ജനറേഷൻ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി നമുക്കിപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടി ഫർണിച്ചറും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് തന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടി മരങ്ങളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇപ്പം തന്നെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉപകാരം കിട്ടില്ല. ബട്ട് ഒരു 10 ഇയേഴ്സിന് ശേഷം വരുന്ന ജനറേഷന് ഇതിൻ്റെ ഉപകാരം ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും തന്നെ ഇന്ന് കഴിയുന്നില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ എന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ചെടിയോ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ നട്ടുപിടിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, AC യുടെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പോൾ ചൂട് കാലമൊക്കെ ആയിരുന്നു, ഇപ്പോൾ എല്ലാവരും AC തന്നെ മേടിച്ചിട്ടുണ്ടാവും. ബട്ട് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം AC യൂസ് ചെയ്യുക. കാരണം ACയിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡും കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ പ്രകൃതിയെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ മരങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അവരാണ് കൂടുതലും നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചിട്ട് ഓക്സിജൻ നമുക്കായിട്ട് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. സോ മരങ്ങൾ കുറയും തോറും നമ്മുടെ AC യുടെ ഉപയോഗം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളാകെ പ്രശ്നത്തിലാവും. സോ നമ്മുടെ പരിസ്ഥിതിയെ രക്ഷിക്കുകയും നമ്മുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യണം. സോ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ. സോ എല്ലാവരും കാര്യമായി തന്നെ ഈ ഒരു കാര്യത്തിൽ പരിഗണിക്കേണ്ടതാണ്. സോ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഇഞ്ചി മുളച്ച് ഇരിപ്പുണ്ട്. സോ അത് നമുക്ക് നടാം. അപ്പോൾ അത് നടന്നൊരു വ്ളോഗായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഒരു ടാർപ്പായിൽ കൊട്ടിയിട്ടുണ്ട്. ബാഗുകളിലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അത് ഈ ചാക്കിൽ നമ്മൾ ചവറ് കോരി എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ അത് കുറച്ച് കുമ്മായം എടുത്തിട്ട് ആ മണ്ണിലേക്ക് തെളിച്ചിട്ടൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം എന്തെങ്കിലും ജേംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമുക്കൊന്ന് തൂളി കൊടുക്കാം. തൂളിയിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇത് മണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ട് റെഡിയാക്കി ഇവിടെ ചവറി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഗ്രോ ബാഗ് ഇവിടെ താഴെ ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ചവറെടുത്തിട്ട് ഞാൻ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗ്രോ ബാഗ് എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ നമുക്ക് ചവറിട്ട് കൊടുക്കാം. അപ്പോൾ ചവറിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സ്പേഡ് വെച്ചിട്ട് ഇവിടെ കല്ലുണ്ട്. അപ്പോൾ ഈ കല്ലൊക്കെ മാറ്റിയിടണം. കല്ലൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറയുന്ന പോലെ തന്നെ മറ്റേ വേരിൻ്റെ ഓട്ടം കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അത് ഇടാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മളിങ്ങനെ മണ്ണിട്ട് ഇതൊന്ന് നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് സെറ്റാവും. ഇതിലിപ്പോൾ നമ്മൾ നമ്മുടെ കോഴികളുടെ കാട്ടൊക്കെ വരുന്ന അത് നമ്മൾ ചകിരിച്ചോറിലേക്കാണ് അത് കളക്ട് ചെയ്യണത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുള്ള വളം, പിന്നെ കുറച്ച് വെർമി കമ്പോസ്റ്റും കുമ്മായും മണ്ണൊക്കെയാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. സോ ഇത് ഗ്രോ ബാഗിലിട്ടിട്ട് നമുക്ക് നിറയ്ക്കാം. ഒരു മുക്കാലോളം ഒരു പാതിയുടെ മുകളിലായിട്ട് ഗ്രോ ബാഗ് എന്ന് പറയുന്നത് അത്രയും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ തൈയൊക്കെ പറിച്ച് വയ്ക്കുമ്പോൾ അത് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ മണ്ണ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. സോ അതിനനുസരിച്ച് വേണം നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാൻ. ഗൈസ്, ഇത്രയും ബാഗുകൾ നമ്മൾ ഇന്ന് നിറച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് നാളെ നിറയ്ക്കാം. സോ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബാഗുകളിൽ ഇഞ്ചി നടമ്പുമാണ്. സോ ഇഞ്ചി നടന്ന് കാണിച്ചാൽ ഇത് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാൻഡിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് മൊത്തത്തിൽ ഒരു 8 ബാഗാണുള്ളത്. സോ നമുക്ക് ആദ്യമേ വാം ഇട്ട് കൊടുക്കാം. സോ കുറച്ചുകൂടി പെട്ടെന്ന് റൂട്ടും കാര്യങ്ങളൊക്കെ വരാനായിട്ട്. സോ അതായത് നമ്മുടെ ഇഞ്ചി നമ്മൾ മുള വന്നത് നല്ല
പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം എല്ലാ ബാഗിലേക്കും വേണമല്ലോ. സോ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കാണ്. നമ്മളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാ ബാഗിലും ഓരോ വീതം ഓരോ പീസ് വീതം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന് 2-3 മുളകൾ വെച്ച് വരും. സോ ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇഞ്ചി നട്ടതിന് ശേഷം നമ്മുടെ പാവയ്ക്കേമ കുറച്ച് ഒരു മഞ്ഞ കളർ പുഴു പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായില്ല. സോ അതിനെ സ്പ്രേ ചെയ്തു. സോ ഗൈസ്, പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി വന്നു. സോ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. എല്ലാവരും പരിസ്ഥിതിയെ സംരക്ഷിക്കുക. സേവ് ലാൻഡ്, സേവ് അവർ ഫ്യൂച്ചർ, റീസ്റ്റോർ ദി ജനറേഷണൽ റീസ്റ്റോറേഷൻ. സോ എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ.